ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് കാൽക്കുലേറ്റ് മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് വേരിയേഷൻ. അപ്പോൾ ഒരു ക്ലാസ് ഡാറ്റ തന്നിട്ടുണ്ട് നമുക്ക്. ഇത് കുറേ കുട്ടികളുടെ മാർക്കാണ്. ഡിക്ഷണറിയിലാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ കുട്ടിയുടെ 0 മുതൽ 10 വരെ ഉള്ള മാർക്ക് 5 കുട്ടികളുണ്ട്, 5 സ്റ്റുഡൻസ്. 10നും 20ക്കും ഇടയിൽ മാർക്കുള്ള 10 സ്റ്റുഡൻസ്, 20ക്കും 30ക്കും ഇടയിൽ മാർക്കുള്ള 20 സ്റ്റുഡൻസ്, ആൻഡ് സോ ഓൺ. 70ക്കും 80ക്കും ഇടയിൽ മാർക്കുള്ള 5 സ്റ്റുഡൻസ്. ഈ സ്റ്റുഡൻസിൻ്റെ ആവറേജ് മാർക്ക് മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കോഎഫിഷ്യൻ്റ് വേരിയേഷനും കാണണം. അപ്പോൾ ഇത് മീനും അതിൻ്റെ ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ മീൻ ഈക്വൽ ടു സിഗ്മ FX/F. ഫ്രീക്വൻസിയെ മിഡ് പോയിൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വേരിയൻസ് സിഗ്മ FX² / സിഗ്മ F - മീൻ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 / മീനാണ്. അപ്പം നമ്മൾ ആദ്യം മീനാണ് കാണേണ്ടത്. ഓക്കെ, നമുക്ക് മീനാണ് കാണേണ്ടത്. മീൻ കാണാനായിട്ട് നമ്മൾ ആദ്യം ഒരു മിഡ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് എടുക്കും. അതുപോലെ ഫ്രീക്വൻസീസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്. ഈ 2 ലിസ്റ്റും empty ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഡാറ്റയെ ഈ ഡാറ്റ എന്ന് പറയുന്ന ഈ ഡിക്ഷണറിയിലെ ഐറ്റംസ് വായിക്കുക. ഫോർ ഇൻ്റർവെൽ, ആദ്യത്തെ നമ്മൾ ഇൻ്റർവെലാണ് ഫ്രീക്വൻസി ഡാറ്റ ഡോട്ട് ഐറ്റംസ്. അപ്പോൾ ആദ്യത്തെ നമ്മളെടുക്കും. ഇതിനെ 0, 10നെ ഇൻ്റർവെല്ലായിട്ട് എടുക്കും, 5നെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കും. പ്രിൻ്റ് ഇൻ്റർവെൽ ഫ്രീക്വൻസി. അത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോന്ന് കാണാൻ പറ്റും. കണ്ടോ? ഇത് കണ്ടോ? ഇതിങ്ങനെ റൺ ചെയ്തു. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്തു? പ്രിൻ്റ് ഇൻ്റർവെൽ ഫ്രീക്വൻസി നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ഡാറ്റയ്ക്കകത്ത് നിന്ന് നമ്മളെന്ത് ചെയ്യും? ഇൻ്റർവെല്ലും ഫ്രീക്വൻസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇൻ്റർവെല്ലും ഫ്രീക്വൻസി ആയിട്ട് ഇൻ്റർവെൽ ഫ്രീക്വൻസി ഇൻ ഡാറ്റ ഡോട്ട് ഐറ്റംസ്. നമ്മൾ തന്നിരിക്കുന്ന ഈ ഡാറ്റയിലെ ഡിക്ഷണറിയിലെ ആദ്യത്തെ കീസും വാല്യൂസും. കീ ആണ് ആദ്യം പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. 0 to 10 ഇതൊക്കെ കീസാണ്. 0 to 10 കീ ആണ്. ഈ 5 അതിൻ്റെ വാല്യൂ ആണ്. അങ്ങനെ കീസും വാല്യൂസും പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് കീസ് ആൻഡ് വാല്യൂസ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലോവർ അപ്പർ എന്ന് പറയുന്നത് ഇൻ്റർവെൽ ഡോട്ട് സ്പ്ലിറ്റ്. ഈ ഇൻവെർട്ടഡ് കോമയിൽ ഈ ഹൈഫൺ ഇപ്പോൾ 0 to 10നെ സ്പ്ലിറ്റ് ചെയ്തു. 0 to 10നെ സ്പ്ലിറ്റ് ചെയ്തു. ഫ്രീക്വൻസിയാണ്. ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്തു. 0 to 10 എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് ലോവർ എന്ന് പറയുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ലോവറായിട്ടു ലോവർ അപ്പർ. അപ്പോൾ 0 ലോവർ 10 അപ്പർ, അടുത്ത് 10 ലോവർ 20 അപ്പർ. അങ്ങനെ നമ്മൾ ലോവറും അപ്പറും തിരിച്ചു. ആ ഇൻ്റർവെല്ലിനെ കംപ്ലീറ്റ് ഇൻ്റർവെല്ലിനെ ലോവറും അപ്പറുമായിട്ട് തിരിച്ചു. ദെൻ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ലോവറിൻ്റെ ഇൻറ്റിജർ ലോവർ പ്ലസ് ഇൻറ്റിജർ അപ്പർ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻ്റ് 0യുടെയും 10ൻ്റെയും മിഡ് പോയിൻ്റ് 0 + 10 ഡിവൈഡ് ബൈ 2. 10ൻ്റെയും 20ൻ്റെയും മിഡ് പോയിൻ്റ് 10 + 20. 10 ഇത് 10 + 20 ഡിവൈഡഡ് ബൈ 2. 10 ആക്കി. അത് 15 ആവും. അങ്ങനെ മിഡ് പോയിൻ്റുകളെല്ലാം സെലക്ട് ചെയ്തു. എന്നിട്ട് മിഡ് പോയിൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലിസ്റ്റിലേക്ക് മിഡ് പോയിൻ്റ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തു? മിഡ് പോയിൻറ്റ്സ് എല്ലാം ഈ മിഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് അപ്പൻഡ് മിഡ് പോയിൻ്റ്, ഈ മിഡ് പോയിൻ്റുകളെല്ലാം അപ്പൻഡ് ചെയ്തു. അപ്പോൾ ഇതിലേക്കെല്ലാം അപ്പൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഫ്രീക്വൻസിയും എന്ത് ചെയ്തു? ഈ ഫ്രീക്വൻസിയിലേക്ക് അപ്പൻഡ് ചെയ്തു. ഈ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതിൻ്റെ മിഡ് പോയിൻ്റുകളെല്ലാം അപ്പൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. പ്രിൻ്റ് മിഡ് പോയിൻ്റ് കണ്ടോ? ഇതാ
പ്രിൻ്റ് മിഡ് പോയിൻ്റ് ഇതുണ്ട്. ഇവിടെ നമ്മൾ പ്രിൻ്റ് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിഡ് പോയിൻ്റുകളെല്ലാം പ്രിൻ്റ് ചെയ്തു. ദെൻ പ്രിൻ്റ് ഫ്രീക്വൻസീസും പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്ന കാൽക്കുലേറ്റ് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് സം ഫ്രീക്വൻസി, അതായത് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മ് കാണാനുള്ള ഫോർമുലയാണ്. സമ്മ് കാണാൻ ഈ ഫ്രീക്വൻസിയിലെല്ലാം ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിന് ഉള്ളിലുള്ള വാല്യൂസിൻ്റെ സമ്മ് കണ്ടു. സമ്മ് കാണാനുള്ളൊരു ഇത് ഫംഗ്ഷനാണ്. സം ഫംഗ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. സം ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസീസ് എന്ന് പറയുന്ന ലിസ്റ്റിലുള്ളത്, ഈ ഫ്രീക്വൻസി എന്ന് പറയുന്ന ലിസ്റ്റിലുള്ളത് ഇതെല്ലാമാണ് ഫ്രീക്വൻസിയുടെ ലിസ്റ്റിലുള്ളത്. ഈ ലിസ്റ്റിലുള്ളതിൻ്റെ എല്ലാം സമ്മ് കണ്ടു. സം ഫ്രീക്വൻസീസ്. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞതാണ്. ഫ്രീക്വൻസീസ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ ഉള്ള വാല്യൂസിൻ്റെ സമ്മ്. ഓക്കെ. ദെൻ പ്രിൻ്റ് ടോട്ടൽ ഫ്രീക്വൻസി ഇവിടെ പ്രിൻ്റ് ചെയ്തു 140. ദെൻ കാൽക്കുലേറ്റ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. ഫോർമുല സം 1 = 0 ഫോർ I ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് മിഡ് പോയിൻ്റ്. ഇവിടെ ഇപ്പോൾ ലെങ്ത് എത്രയാണ്? മിഡ് പോയിൻറ്റിന് ലെങ്ത്. ഈ മിഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് 1 2 0 1 2 3 4 5 6 7 ആകെ 8 ലെങ്താണുള്ളത്. റേഞ്ച് ഇൻ ലെങ്ത് ഓഫ് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പം ആദ്യം I = 0 വരും. പിന്നെ I = ഇത് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ് ഇൻഡെക്സ്, ഇത് തേർഡ് ഇൻഡെക്സ്, 4th 5th 6th 7th. അപ്പോൾ ഫോർ I ഇൻ റേഞ്ച് 8 എന്നാണ് പറയുക. അപ്പം സം എക്സ് വൈ എന്ന് പറയുന്നതിലേക്ക് മിഡ് പോയിൻറ്റിൻ്റെ, അപ്പം മിഡ് പോയിൻറ്റ് 0 ഇൻറ്റു ഫ്രീക്വൻസി 0. ആദ്യം I ക്ക് 0 ആണ്. അപ്പം മിഡ് പോയിൻറ്റ് 0 എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ് മിഡ് പോയിൻറ്റ്. നമ്മൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന മിഡ് പോയിൻറ്റ് ഇതാണ് മിഡ് പോയിൻറ്റ്, ഇത് ഫ്രീക്വൻസി. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുക? ഇപ്പം സം എക്സ് വൈ എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻറ്റ് ഇൻറ്റു ഫ്രീക്വൻസി. അപ്പോൾ 5 × 5 പ്രിൻ്റ് ചെയ്യും, അത് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് സം 1 = 0 സം 1 + സം എക്സ് വൈ. അപ്പം 5 + 5, അടുത്ത് എന്താ 15 + 10, അടുത്ത് 25 + 20 ആൻഡ് സോ ഓൺ 75 + 5. അതാണ് സം 1ലേക്ക് സ്റ്റോർ ചെയ്യും. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം 1 ഡിവൈഡ് ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണ്? ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് ഇവിടെ കണ്ടിട്ട് 140 ഡിവൈഡഡ് ബൈ സം 1. അത് നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് സം 1 എന്ന് പറയുന്നത് ഫോർമുല ഇതാണ്. സം ഓഫ് എക്സ് വൈയുടെ ഫോർമുല ഇതാണ്. എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻ്റ് ഫ്രീക്വൻസീസിനെ മിഡ് പോയിൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മീൻ കിട്ടും. പ്രിൻ്റ് മീൻ പ്രിൻ്റ് ചെയ്ത് നമുക്ക് നോക്കാം. മീൻ പ്രിൻ്റ് ചെയ്തു. ഇതാണ് പ്രിൻ്റ് മീൻ. ദെൻ കാൽക്കുലേറ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? FI ഫ്രീക്വൻസി ഇൻറ്റു മിഡ് പോയിൻറ്റിൻ്റെ സ്ക്വയേഴ്സ്. അതാണ് വേരിയൻസിൻ്റെ ഫോർമുല. ഡിവൈഡഡ് ബൈ, അതാണ് സം 2. ഇവിടെ നമ്മളൊരു സം 2 എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു, അതിനെ 0 ആയിട്ട് എടുത്തു. എന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രീക്വൻസി ഇൻറ്റു മിഡ് പോയിൻ്റ് സ്ക്വയേഴ്സ്, ഇതാണ് മിഡ് പോയിൻ്റ് സ്ക്വയേഴ്സ് ഇൻറ്റു ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ, അതാണ് സം 2. സം 2 ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ഇതാണ് സം 2 ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സിഗ്മ FX ഡിവൈഡ് ബൈ സിഗ്മ F മൈനസ് മീൻ സ്ക്വയർ. എന്ന് കഴിഞ്ഞാൽ ഈ ഫോർമുല വേരിയൻസിൻ്റെ ഫോർമുല, ഇതിൻ്റെ ഫോർമുലയാണ് മീൻ സ്ക്വയർ. അതാണ് നമ്മളെടുത്ത ഫോർമുല. അത് കണ്ടുപിടിച്ചു. പ്രിൻ്റ് ദ റിസൾട്ട്. പ്രിൻ്റ് മീൻ = മീൻ,
വേരിയൻസ് ഈക്വൽ ടു വേരിയൻസ് അത് നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇതാണ് മീൻ പ്രിൻ്റ് ചെയ്തു, വേരിയൻസും പ്രിൻ്റ് ചെയ്തു. ദെൻ നമുക്ക് പിന്നെ കാണാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ വേരിയൻസ്. ദെൻ ഇമ്പോർട്ട് മാത്ത് എന്ന് പറയുന്ന നമ്മൾ മൊഡ്യൂള് ഇമ്പോർട്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ട് മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു. മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിലെ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിലെ മാത്ത് ഇമ്പോർട്ട് ചെയ്തു. മാത്ത് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക ചെയ്ത് ഇവിടെ മാത്ത് മൊഡ്യൂൾ മാത്ത് ഇമ്പോർട്ട് ചെയ്തു. അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു. എന്നിട്ട് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടു. പ്രിൻ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു എസ് ഡി എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് അത് എടുത്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100, അതാണ് CV. അപ്പോൾ പ്രിൻ്റ് കോഎഫിഷ്യൻ്റ് വേരിയേഷൻ ഈക്വൽ ടു CV. നമുക്ക് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂസ് ഇതാണ്. നമ്മുടെ ഫ്രീക്വൻസീസ് എല്ലാം ഇത് ആദ്യത്തെ ക്ലാസ് ഇൻ്റർവെൽ, ഇത് ക്ലാസ് ഇൻ്റർവെല്ലും ഫ്രീക്വൻസിയും. അത് കഴിഞ്ഞ് പ്രിൻ്റ് മിഡ് പോയിൻ്റ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു, ഫ്രീക്വൻസി പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. ദെൻ ടോട്ടൽ ഫ്രീക്വൻസി പ്രിൻ്റ് ചെയ്തു. ദെൻ അരിത്തമാറ്റിക് മീൻ പ്രിൻ്റ് ചെയ്തു. പിന്നെ അരിത്തമാറ്റിക് മീനും വേരിയൻസും പ്രിൻ്റ് ചെയ്തു. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രിൻ്റ് ചെയ്തു. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ പ്രിൻ്റ് ചെയ്തു. ഇതാണ്. നമുക്കിതിൻ്റെ വേണമെങ്കിൽ ഒന്നും കൂടി ഇതിൻ്റെ കോഡ് നോക്കാം. ആദ്യം നമുക്ക് ഡാറ്റ തന്നു. ഇതാണ് ഡാറ്റ തന്നിരിക്കുന്ന ഡാറ്റ. ഇതാണ് ഡാറ്റ. ഈ ഡാറ്റയ്ക്കകത്തുനിന്ന് അത് ഡിക്ഷണറിയിലാണ് ഡാറ്റ തന്നിരിക്കുന്നത്. ആ ഡാറ്റയ്ക്കകത്തുനിന്ന് നമ്മൾ ഒരു മിഡ് പോയിൻ്റിൽ നിന്നും ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞ 2 empty ലിസ്റ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രിൻ്റ് ഫോർ ഇൻ്റർവെൽ ഇതിന് കീസും വാല്യൂസും പ്രിൻ്റ് ചെയ്തു. കീസും വാല്യൂസും ഇത് വെച്ച് ഈ കോഡ് ഉപയോഗിച്ച് കീസും വാല്യൂസും പ്രിൻ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലും ഫ്രീക്വൻസിയും പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് ഇൻ്റർവെല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ആദ്യത്തേനെ ലോവർ എന്നെടുത്തു, രണ്ടാമത്തേനെ അപ്പർ എന്നെടുത്തു. എന്നിട്ട് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ലോവറിൻ്റെയും അപ്പറിൻ്റെയും അരിത്തമാറ്റിക് മീനിനെ മിഡ് പോയിൻ്റ് എന്നെടുത്തു. എന്നിട്ട് ഈ മിഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഈ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്തു. മിഡ് പോയിൻ്റ് അപ്പൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് ഫ്രീക്വൻസി അപ്പൻഡ് ചെയ്തു. ഫ്രീക്വൻസീസ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് ഫ്രീക്വൻസി അപ്പൻഡ് ചെയ്തു. ഫ്രീക്വൻസി നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഫ്രീക്വൻസി ഇൻ്റർവെല്ലും ഫ്രീക്വൻസിയും ഈ ഫ്രീക്വൻസി അപ്പൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് മിഡ് പോയിൻ്റ് പ്രിൻ്റ് ചെയ്തു, ഫ്രീക്വൻസി പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്രീക്വൻസീസിൻ്റെ സമ്മ് കണ്ടു. അത് കഴിഞ്ഞ് പ്രിൻ്റ് ടോട്ടൽ, അതിനെയാണ് ഫ്രീക്വൻസി സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്രീക്വൻസി പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കാൽക്കുലേറ്റ് മീൻ എന്ന് പറയുന്നത് ഓരോ ഫ്രീക്വൻസിനെയും അതിൻ്റെ മിഡ് പോയിൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് I in range, ലെങ്ത് ഓഫ് മിഡ് പോയിൻ്റ്. ലെങ്ത് 8 ആണ് ലെങ്ത്, അതിൻ്റെ I in range 8. അപ്പോൾ 0 മുതൽ ഇൻഡെക്സ് 0 മുതൽ 7 വരെ വരും. അപ്പം ഫ്രീക്വൻസിനെ മിഡ് പോയിൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിനെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ മീൻ കിട്ടി. ദെൻ അടുത്തത് എന്ത് ചെയ്തു? ഫ്രീക്വൻസീനെ മിഡ് പോയിൻ്റ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തു. അതിനെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്തു. FI XI ബൈ സിഗ്മ FI. അതിൻ്റെ അന്ന് മീൻ സ്ക്വയർ കുറച്ചു. അപ്പോൾ വേരിയൻസ് കിട്ടി. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടിനെ മാത്ത് ഫംഗ്ഷൻ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തിട്ട് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കോഎഫിഷ്യൻ്റ് വേരിയേഷൻ കിട്ടി. ഇതാണ് ഇതിൻ്റെ കോഡ്. അപ്പോൾ നിങ്ങൾ കോഡ് ഓർത്തിരിക്കുക. കോഡ് നന്നായിട്ട് നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക. ഓക്കെ.